നമ്മൾ കൂടുതലും ശ്രീമതി ശ്രീവിദ്യയെ കണ്ടിട്ടുള്ളത് ഒരു നടിയായിട്ടാണ്. നിരവധി കഥാപാത്രങ്ങളിലൂടെയാണ് അവർ ഇന്നും നമ്മുടെ മനസ്സിൽ ജീവിക്കുന്നത്. എന്നാൽ നർത്തകിയായിരുന്നുവെന്നും ചെറുപ്പം മുതലേ നൃത്തം പഠിച്ച വളരെ പ്രശസ്തയായ നർത്തകിയായിരുന്നു. പിന്നീടാണ് സിനിമയിലേക്ക് വന്നതെല്ലാം നമ്മൾ പലരും ഇപ്പോഴാണ് അറിയുന്നത്. അങ്ങനെ പ്രശസ്തയായ ആ നർത്തകിയെ കാണാൻ ഇന്നിവിടെ എത്തിയിട്ടുള്ളത് മലയാളിയായ നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാവുന്ന പ്രശസ്തനായ നർത്തകനായ ശ്രീ ധനഞ്ജയനാണ്. ആരാധ്യനായ ശ്രീ ധനഞ്ജയനെ ഞാൻ ബഹുമാനപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളട്ടെ. നൃത്തവുമായിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ പോവുകയൊക്കെ ചെയ്യുന്ന അങ്ങനെപ്പോലുള്ളവർക്ക് ഇതുപോലെ സമയം കണ്ടെത്തി വരുന്നതിന് തന്നെ വളരെ സന്തോഷം. പ്രത്യേകിച്ച് എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇന്ന് ശ്രീവിദ്യയുടെ ഈ സമാഗമത്തിൽ അതിഥിയായി പങ്കുകൊള്ളാനും അതിഥിയാവാനും ശ്രീവിദ്യയെ പറ്റിയിട്ടുള്ള ചില വിശേഷ കാര്യങ്ങളെ പറ്റി പറയാനും. എന്ന് മുതലാണ് ശ്രീവിദ്യ അറിഞ്ഞു തുടങ്ങിയത്? ശ്രീവിദ്യനെ എനിക്ക് ഏകദേശം ഒരു 10 വയസ്സ് തൊട്ട് എനിക്കറിയാം. 12 വയസ്സിലാണെന്ന് തോന്നുന്നു പറയുന്നല്ല, എനിക്ക് ന്യൂസാണ്. അതെ, അന്ന് ഞങ്ങൾ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ ശ്രീവിദ്യ എന്ന് പറഞ്ഞ കുട്ടി ഒരു വലിയ ഭരതനാട്യ നർത്തകിയായിട്ടാണ് ഞങ്ങളൊക്കെ അന്ന് സ്വപ്നം കണ്ടത്. അതെ, കാരണം ഇന്നും ശ്രീവിദ്യയുടെ പരിപാടിയെ പറ്റി ഞങ്ങൾ സംസാരിക്കാറുണ്ട്. കാരണം ഞാൻ അവസാനമായിട്ട് കണ്ടത് കൃഷ്ണഗാന സഭയിൽ വെച്ചിട്ട് ശ്രീവിദ്യ അമ്മ പാടിയിരുന്നു. കൃഷ്ണവേണിയാണോ നട്ടുവാങ്ങം ചെയ്തതെന്ന് എനിക്ക് ഓർമ്മയില്ല. അന്ന് ദണ്ഡായുധ പണിപ്പിള്ളി ആയിരുന്നില്ല, ആയിരിക്കും. അതെ, പിന്നെ വനജാനാരായണൻ, പിന്നെ കാരക്കുടി കൃഷ്ണമൂർത്തി സാറായിരുന്നു മൃദംഗം വായിച്ചിരുന്നത്. അന്നത്തെ പ്രോഗ്രാം ഇന്നും മനസ്സിൽ നിൽക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ അമ്മ പാടുക ഡാൻസിന് എന്നുള്ളതാണ്. MLV വസന്തകുമാരി അമ്മ എൻ്റെ മകനും പഠിപ്പിച്ചിട്ടുണ്ട്, സഞ്ജയനെ പാട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അത് ഋഷി വാലിയിലുള്ള സമയത്ത് 2 കൊല്ലം നല്ലോണം. അപ്പോൾ അവനും അമ്മയായിട്ട് വളരെ അടുപ്പത്തിലാണ്. സഞ്ജയല്ല, സത്യജിത്താണ് ഡാൻസർ. സഞ്ജയ് എന്ന് പറഞ്ഞാൽ എൻ്റെ മൂത്ത മകനാണ്. അവൻ നന്നായി പാടും. അപ്പോൾ അവന് MLV എന്ന് പറഞ്ഞാൽ MLVയുടെ പാട്ട് എന്ന് പറഞ്ഞാൽ വലിയൊരു, ഇന്നും MLV അക്ക എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഗുരുഭക്തിയാണ്. അതേസമയത്ത് സഞ്ജയനും പറയാറുണ്ട് ചേച്ചീനെ പറ്റിയിട്ട്. അപ്പോൾ പിന്നെ ചില സമയത്ത് അവിടെ പോകാറൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് കൃഷ്ണവേണി എപ്പോഴും പറയാറുണ്ട്. കൃഷ്ണവേണി ഞങ്ങളൊക്കെ ഒന്നായിട്ട് അതെ, ഞങ്ങളൊക്കെ ഒന്നിച്ച് വളർന്നവരാണ്. കൃഷ്ണവേണി എൻ്റെ അധികം സ്റ്റേജ് പാർട്ട്ണറായിരുന്നു കൃഷ്ണവേണി. അപ്പോൾ കൃഷ്ണവേണി ഇപ്പോൾ ഇല്ല. കൃഷ്ണവേണി എപ്പോഴും പറയാറുണ്ട് എത്രയോ നല്ല വിദ്യൻ്റെ കഴിവിനെ പറ്റിയിട്ടും. പക്ഷേ ഞങ്ങൾക്കറിയാം, പക്ഷെ പ്രത്യേകിച്ച് കൃഷ്ണവേണിയോട് കുറച്ചുകൂടെ അമ്മയ്ക്ക് അടുപ്പമുണ്ടായിരുന്നു അല്ലേ, നിങ്ങൾക്ക് ഫാമിലിയായിട്ട് കുറച്ചുകൂടെ അടുപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ പറയാറുണ്ട്. പിന്നെ അന്ന് ഡാൻസിന് വേണ്ടി മാത്രം, അതായത് ഈ സാധാരണക്കാർക്ക് ഡാൻസ് ചെയ്യാൻ മനസ്സിലാക്കിയിട്ട് ഡാൻസ് ചെയ്യാൻ വേണ്ടി മാത്രം ഒരു 45 മിനിറ്റ്സിന് വി ഹാഡ് പ്രൊഡ്യൂസ്ഡ് റെക്കോർഡ് ഇൻ HMV. അതൊരു കാസറ്റ് റിലീസ് ഉണ്ടായിരുന്നു, ഈവനിങ് ഇൻ ഭരതനാട്യം എന്ന് പറഞ്ഞിട്ട്. ഒരു ചെറിയ വർണ്ണം അല്ലാതെ ചെറിയ ചെറിയ ഐറ്റങ്ങളായിട്ട് സിംപ്ലിഫൈ ചെയ്തിട്ട് ഇന്നും വളരെ പോപ്പുലർ ആണ്. അത് ചെറിയ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് മാത്രം. അങ്ങനെ ഒരു ഇത് അതിൽ ഞാൻ പാടുകയും ചെയ്യുന്നുണ്ടായിരുന്നു അമ്മയുടെ കൂടെ. പിന്നെ വിശേഷം എന്ന് വെച്ചാൽ ഈ ഒരു ഭരതനാട്യ നർത്തകിക്ക് വളരെ അനുകൂലമായിട്ട് വേണ്ടത് സംഗീത പരിജ്ഞാനമാണ്. സംഗീതം ഇല്ലെങ്കിൽ നാട്യമില്ല. സംഗീതം, അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് ഇത് രണ്ടും ഉണ്ട്. ഹിസ്റ്റോണിക് അഭിനയ പാഠവും ഉണ്ട്, അതേപോലെ നാട്യപാഠവും ഉണ്ട്. പിന്നെ പാട്ടിന്റെ സംഗീതത്തിന്റെ പാരമ്പര്യം ഉള്ളത് കൊണ്ട് നന്നായി പാടുകയും ചെയ്യും. പാടുന്നുണ്ടോ? പാട്ട് പാടും, തൊണ്ട കെട്ടി. എന്നാലും ധനഞ്ജയ മാസ്റ്റർ പറഞ്ഞ സ്ഥിതിക്ക് പാടാല്ലേ? എന്താ എന്തെങ്കിലും പാട്, കൃഷ്ണ നീ വേഗനെ പാടും അല്ലേ? എല്ലാവർക്കും അറിയുന്ന പാട്ടല്ലേ? കൃഷ്ണ നീ ബേഗനെ ബാരോ, കൃഷ്ണ നീ ബേഗനെ ബാരോ, ബേഗനെ ബാരോ, മുഖവൻ
എൻ്റെ വലിയ ഭാഗ്യമാണ്. അതെ, സമാഗമം എന്ന് പറയുന്ന ഈ പരിപാടി വളരെ അന്വർത്ഥമാവുന്നത് ഇങ്ങനെയുള്ള ആളുകൾ വരുമ്പോഴാണ്. തീർച്ചയായും തീർച്ചയായും. ഞങ്ങൾ പറയാറുണ്ട് ഇങ്ങനെ വളരെ പ്രഗത്ഭരായ ആളുകൾ എനിക്ക് വളരെ അതിശയം തോന്നി ഇതിന് സമയം കണ്ടെത്തി എങ്ങനെ, കാരണം ഈ സച്ച് എ ബിസി പേഴ്സൺ, എപ്പോഴും വേൾഡ് ടൂറിലായിരിക്കും. അതെ, അമ്മയായിട്ട് വളരെ അടുപ്പത്തിലായിരുന്നു ഞങ്ങൾ. എനിക്ക് ഒരു കാര്യം ഓർമ്മയുണ്ട്, ഒരു പ്രാവശ്യം അമ്മ വളരെ വിഷമിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഷീ സ്റ്റാർട്ടഡ് ടെല്ലിങ് എ ലോട്ട് ഓഫ് പ്രോബ്ലംസ് ആൻഡ് ഷീ സ്റ്റാർട്ടഡ് കരഞ്ഞു പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും വീണ്ടും ഒന്നായിട്ട് 4 വർഷം ഭയങ്കര അടുപ്പമായിരുന്നു. ഈ ഇതുവരെ കിട്ടാത്ത അത്രയും സ്നേഹം മുഴുവനും വാരി കോരി ചുരിയായിരുന്നു അമ്മ. എനിക്ക് വേണ്ടി കുക്ക് ചെയ്യുക, എനിക്ക് വേണ്ടി ഷോപ്പ് ചെയ്യുക, എനിക്ക് വേണ്ടി അവിടെ ഓടുക എവിടെ ഓടുക, എല്ലാം ഷീ വാസ് ഡിസൈഡിങ്. പെട്ടെന്ന് ഒരു 4 കൊല്ലത്തിനുള്ളിൽ ഷീ ഹാഡ് ക്യാൻസർ ആൻഡ് ഷീ പാസ്ഡ് അവേ. അത് ഭയങ്കര ഷോക്കായിപ്പോയി എനിക്കത്. അച്ഛൻ പിന്നെ വികടൻ കൃഷ്ണമൂർത്തി സാർ വളരെ നല്ല ആള്. ഞങ്ങൾ അവരുമായിട്ട് വളരെ എന്താണ് ആ വികടം കൃഷ്ണമൂർത്തി എന്ന് പറയുന്നത്? വികടം എന്ന് പറഞ്ഞാൽ തമിഴിൽ മിമിക്രി എന്നാണ് അർത്ഥം. വികടം കൃഷ്ണമൂർത്തി. അന്ന് ഫസ്റ്റ് വികടം മിമിക്രി ചെയ്ത ആർട്ടിസ്റ്റ് സ്റ്റേജിൽ കയറിയിട്ട് അച്ഛനാണ്.